പാലാ രൂപതാധ്യക്ഷന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പാലായിൽ ഇന്ന് ഐക്യദാർഢ്യ സമ്മേളനം നടന്നു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനം പി.സി. ജോർജ് ഉദ്ഘാടനം ചെയ്തു. പേടിപ്പിച്ചാൽ ഓടിപ്പോകും എന്ന് ആരും വിചാരിക്കണ്ട. ഞാൻ ഈരാറ്റുപേട്ടക്കാരൻ തന്നെയാണ്. ഈരാറ്റുപേട്ടയിലെ ഒന്നിനും കൊള്ളാത്ത കുറെ റൗഡികളാണ് ഇവിടെ വന്ന് പ്രകടനം നടത്തിയത് പാലാ രൂപതയുടെ മുമ്പില്. ഇന്നലെ പലവന്റെ ഫോൺ വിളിച്ചെത്തിയത് ചെയ്യരുത്, മിണ്ടരുതെന്ന് പറഞ്ഞവനെ യാതൊരു സംശയം വേണ്ട. ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. ജോസഫ് മാഷിന്റെ കൈവെട്ടിയില്ലേ ഇവിടെ ഇറങ്ങി നടക്കാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നുണ്ടോ? ചില സ്ഥലങ്ങളിൽ എന്തിനാ ഒളിച്ചു വെക്കുന്നത്? സമാധാന പ്രേമികളാണ്. അതുകൊണ്ട് മതേതരത്തിന്റെ ലേവലൊന്നും കളിച്ചുകൊണ്ട് ഇനി ഞങ്ങളുടെ ഇടയിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തുവാകാമെന്നുള്ള എന്തെങ്കിലും ഒരു സമീപനം നിങ്ങൾക്ക് ഉള്ളിലുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ തുറന്നു കാണിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ മാലിന്യങ്ങളും മലിനതകളും മുഴുവൻ ഞങ്ങൾ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ഒത്തിരി പേര് കൊഴിഞ്ഞു പോകേണ്ടതായിട്ട് വരും, ഒത്തിരി പേര് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾ പറയുകയാണ്, സമാധാനപ്രിയമായിട്ട് കേരളത്തിന്റെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ സമാധാന അന്തരീക്ഷം കളയുന്ന രീതിയിലുള്ള ജിഹാദിത്തരം താലിബാനിസം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയിടാനായിട്ടുള്ള ഒരു പ്രാഥമിക യോഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലാ രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രൂപതാധ്യക്ഷന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പാലായിൽ നയവിശദീകരണ യോഗം ചേർന്നു. യോഗം കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ജോർജ് വർഗീസ് ജ്ഞാനക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. കടങ്ങാട്ട് പിതാവിനെ മനസ്സിലാക്കാൻ നമുക്ക് നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു പിതാവിന്റെ സ്വപ്നത്തിൽ പോലും ഈ സമൂഹത്തിലുള്ള വ്യത്യസ്തനായ ഒരു മതത്തിൽപ്പെട്ട ഒരാൾക്ക് ഒരു ഹൃദയനൊമ്പരം ഉണ്ടാക്കുന്ന ഒരു വാക്ക് പോലും അറിഞ്ഞുകൊണ്ട് മുടിയാടുവാൻ ആഗ്രഹിക്കുന്ന ദേഹമല്ല വാസ്തവത്തിൽ നമ്മുടെ അഭിമന്യ പിതാവ്. പിതാവ് തന്റെ അജഗണങ്ങളോട് മാത്രമാണ് സംസാരിച്ചത്. അതിനുള്ള അവകാശം പിതാവിന് ഉണ്ട് താൻ. അപ്പൊ നമുക്കറിയാം, അന്ന് പിതാവ് പറഞ്ഞതിനെതിരെ ഇവിടെ ചിലരൊക്കെ കേസ് കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വെല്ലുവിളിക്കുകയാണ്, കൊണ്ടുപോയി കേസ് കൊടുക്കുക. ആദ്യത്തെ സാക്ഷി ആരാണ് പിതാവ് പറഞ്ഞതിന്? പിതാവ് പറഞ്ഞത് അടിവരയിട്ട് ആദ്യത്തെ സാക്ഷി നമ്മളുടെ പോലീസ് മുൻ മേധാവി ലോക്നാഥ് ബെഹ്റയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് പിതാവ് കുർബാന മധ്യയെ പറഞ്ഞതിന്റെ ആധാരം. ഇത് എന്തും ചെയ്യാൻ മടിക്കാത്ത റൗഡിസം കൈവശം വെച്ചിരിക്കുന്ന ഒരു പറ്റം ഗുണ്ടകൾ താലിബാനിസം, പച്ചയ്ക്ക് പറയാം താലിബാനിസം ആയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്, കുറുവടിയായിട്ട് വരിക. അപ്പൊ ഇന്ന് പിതാവിന്റെ അരമനയിലേക്ക് യാത്ര നടത്തിയ ആ കശ്മല കൂട്ടങ്ങളുടെ കയ്യിലിരുന്നത് കാപ്പിമുട്ടിയാണ്. പാലായിൽ ആണത്തോളം പിള്ളേരില്ലെന്ന് അവന്മാർ ചോദിക്കാൻ ഒരുത്തരും ഇല്ലടാന്നാ പറഞ്ഞത്. ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.